അഥവാ ഇനി എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ പബ്ലിക്കിന്റെ മുന്നിൽ ഞാൻ ഒന്ന് പറയാണ്, എന്റെ കുഞ്ഞിനെ ഞാൻ എന്റെ പപ്പ തങ്കച്ചൻ പി ജി, അതായത് ഋതുൽ ദാസിനെ തങ്കച്ചൻ പി ജി അല്ലെങ്കിൽ കുഞ്ഞുഞ്ഞമ്മ തങ്കച്ചനോ അല്ലെങ്കിൽ എന്റെ ചേച്ചി രമ്യ ലിബുനെയോ അല്ലെങ്കിൽ ലിബു എന്റെ ചേട്ടാപ്പി, ഇവരെ 4 പേരെ അല്ലാതെ ഞാൻ വേറെ ആരെയും ഏൽപ്പിക്കരുത്. എനിക്ക് ആരും വിശ്വാസമില്ല. എന്റെ കുഞ്ഞിനെ ഋതുൽ ദാസിനെ ഞാൻ ഈ 4 പേരെ മാത്രമേ ഏൽപ്പിക്കൂ. എനിക്ക് എന്തെങ്കിലും ക്യാൻസർ വന്ന് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ 4 പേരായിരിക്കും എന്റെ കുഞ്ഞിനെ നോക്കേണ്ട ഉത്തരവാദിത്തം. ഞാൻ അവരെ ഏൽപ്പിക്കുകയാണ്. പബ്ലിക്കിന്റെ മുന്നിൽ ഞാൻ പറയാണ്, എന്റെ കുഞ്ഞിനെ അവർ 4 പേരല്ലാതെ വേറെ ആർക്കും ഞാൻ കൊടുക്കത്തില്ല എന്റെ കുഞ്ഞിനെ. ഓക്കെ, നല്ല കാര്യമാണ്. നിങ്ങളുടെ വീട്ടുകാർ തന്നെയാണ് ആ പയ്യനെ നോക്കേണ്ടത്. പിന്നെ അതിലൊരു ഉത്തരവാദിത്വം കിച്ചുവിനുണ്ട്. അപ്പൊ കിച്ചു തട്ടിക്കൊണ്ടു പോകുമെന്നാണോ പറയുന്നതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ആവട്ടെ. ഇപ്പൊ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ രേണുസുതിയുടെ വീഡിയോന് ഇടയിലുള്ള കുറച്ച് കാര്യങ്ങൾ അവർ തന്നെ എഡിറ്റ് ചെയ്തിട്ട് ഹൈലൈറ്റ് ആക്കി ഇട്ടതാണ് കേട്ടോ. അതായത് വീഡിയോന്റെ ഹൈലൈറ്റ് എന്താണെന്ന് നിങ്ങൾ കണ്ടാൽ നിങ്ങളത് കാണും. അത്രയേ ഉള്ളൂ. അതായത് കൃത്യമായിട്ട് ഇതിന്റെ മാർക്കറ്റിംഗ് പഠിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. തുടർന്നാണ്ട് കേൾക്കാം. ഞാൻ ഈ വീഡിയോ കേട്ടിട്ടില്ല. ഞാൻ വേറൊരു വീഡിയോ എടുക്കാൻ കാറിൽ കയറി ഇരുന്ന സമയത്താണ് രേണു ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. നേരിട്ടുണ്ട് കേൾക്കാം. ഞാൻ ക്യാൻസർ പേഷ്യന്റ് ആണ്. അപ്പം ഞാൻ മരിക്കും എന്ന് വിധി എഴുതുന്ന കുറച്ച് പേര് എനിക്ക് ചുറ്റുമുണ്ട്. അവരുമായിട്ട് കൂടിച്ചേർന്നാണ് നീക്കങ്ങൾ. അത് ഞാൻ ഇന്ന് രാവിലെയാണ് അറിഞ്ഞത്. എന്നെ വളരെയധികം വിഷമിപ്പിച്ചു. ഞാൻ ക്യാൻസർ പേഷ്യന്റ് ആണ്. അവന്റെ അമ്മ ഉടനെ മരിക്കും, ഞാൻ ഉടനെ മരിക്കും. പിന്നെ അച്ഛൻ മരിച്ചുപോയി. അപ്പൊ അവകാശം ഞങ്ങൾക്ക് വേണമെന്ന് ഒരു കൂട്ടര് ഞാൻ ഇന്നത് അറിഞ്ഞു. എന്നിൽ നിന്ന് അകറ്റിക്കൊണ്ട് പോകാൻ. ഞാൻ ആരാണെന്ന് എന്താണെന്ന് ഒന്നും പറയുന്നില്ല. ആരെയും കുറ്റപ്പെടുത്താനല്ല ഈ വീഡിയോ. ആരെയും കുറ്റപ്പെടുത്താനല്ല കേട്ടോ ഈ വീഡിയോ. അവരെന്തോ അറിഞ്ഞു എന്നാ പറയുന്നത്. കൊല്ലം സുധിയുടെ ഫാമിലിക്ക് ഈ കുഞ്ഞിന്റെ പേരിൽ അവകാശമുണ്ട് കേട്ടോ. കൊല്ലസുധിയുടെ രക്തത്തിൽ പറഞ്ഞ കുഞ്ഞാണല്ലോ. തീർച്ചയായും ആ കുട്ടിയുടെ മുകളിൽ അവകാശം ആ ഫാമിലിക്ക് ഉണ്ട്. പിന്നെ മറ്റൊരു കാര്യം, ഇപ്പോ നിങ്ങൾ മരിച്ചു പോകാനൊന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അത് നിങ്ങൾ തന്നെയാണ് വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ തീർച്ചയായിട്ടും വയോധികരായിട്ടുള്ള ഇവരുടെ കൂടെ ആ കുഞ്ഞിനെ വീട്ടുകാർ വിടാൻ സാധ്യത വളരെ കുറവാണ്. നേരെ തിരിച്ച് ആരോഗ്യമുള്ള കിച്ചുവിന്റെ കൂടെ വിടാനുള്ള സാധ്യത 100% ഉണ്ട്. അവന്റെ കൂടെ അവന്റെ അനുജൻ നിൽക്കുന്നതിൽ അവന് സന്തോഷം മാത്രമേ ഉണ്ടാവുള്ളൂ. നേരെ തിരിച്ച് വയോധികരായിട്ടുള്ള ജോലിക്ക് പോകാൻ കഴിയാത്ത ആരോഗ്യ പ്രശ്നങ്ങളുള്ള ഇവരെടുത്ത് ഇനിയിപ്പോ കോടതിയിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ വിടൂലെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ആവട്ടെ. ബിഷപ്പിനെ കുറിച്ച് എന്തോ പറയുന്നു. നമ്മുടെ നോബൽ ഫിലിം വലിയ ബിഷപ്പ്, അദ്ദേഹം ഒരു പ്രീസ്റ്റ് ആണ്. എന്നെ പറ്റി കുറച്ച് കാര്യങ്ങൾ ഇന്റർവ്യൂവിൽ പറഞ്ഞു. സോ അദ്ദേഹത്തെ ഒരുപാട് പേര് കുറ്റം പറയുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അദ്ദേഹം ഒരു പ്രീസ്റ്റ് ആണ്. അദ്ദേഹം എന്തുമാകട്ടെ, എന്നെ പറ്റി സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനും അദ്ദേഹത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടും സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിട്ടുള്ളതല്ലാതെ, കുറച്ച് ബ്ലോഗേഴ്സ് അത് വലിയ കാര്യത്തിൽ എടുത്തിട്ടുള്ളതല്ലാതെ, ഞങ്ങൾ രണ്ടും ഇന്നീ നിമിഷം വരെ നേർക്കുനേരെ ഒരു നോട്ടം കൊണ്ടോ സംസാരം കൊണ്ടോ നേർക്കുനേരെ ഒന്നും ഞങ്ങൾ വിദ്വേഷത്തോടെ പെരുമാറിയിട്ടില്ല അദ്ദേഹത്തോട്. എനിക്ക് അസുഖമാണെന്ന് അറിഞ്ഞ് അദ്ദേഹം ഈ വീട്ടിൽ വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരു ദൈവ പുരുഷനാണ്. എല്ലാം പറഞ്ഞിട്ട് അദ്ദേഹം എനിക്ക് വേണ്ടി ദൈവമേ ആ കൊച്ചിന്റെ അസുഖം മാറ്റണമെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരു വലിയൊരു ദൈവ പുരുഷനാണ്. ദൈവികമായിട്ടുള്ള ചൈതന്യം അദ്ദേഹത്തിനുള്ളത് കൊണ്ട് മാത്രമാണ് അദ്ദേഹം എന്നെ കാണാൻ വന്നതും പ്രാർത്ഥിച്ചത്. ഞാൻ അദ്ദേഹത്തോട് പബ്ലിക്കായിട്ട് ക്ഷമ ചോദിച്ചു. ഇനിയും ഞാൻ ക്ഷമ ചോദിക്കുന്നു. അദ്ദേഹം ഇന്നും വന്ന് പ്രാർത്ഥിച്ചു. എനിക്കതിന്റെ ജീവിതത്തിൽ വലിയൊരു ആശ്വാസമാണ്. നിങ്ങൾ അദ്ദേഹത്തെ വെറുതെ കുറ്റം പറയരുത്. അദ്ദേഹം ഒരു വീട് കൊടുത്തെന്നല്ലാതെ അദ്ദേഹം വേറൊരു തെറ്റും ചെയ്തില്ല. അതിന് വേണ്ടിയിട്ട് ഒരുപാട് അദ്ദേഹം കേട്ടു. ഈ ഒരു കൊല്ലം സുധിയുടെ 2 മക്കൾക്ക് വീട് കൊടുത്ത ആ ഒരു കുറ്റമല്ലാതെ, കുറ്റം തന്നെ പറഞ്ഞു. കാരണം അതുപോലായിരുന്നു പ്രശ്നങ്ങൾ മുഴുവൻ. അതോടുകൂടി അദ്ദേഹത്തിന് മനസമാധാനം പോയെന്നാണ് എന്റെ ഒരു വിശ്വാസം. ആരാണ് സമാധാനം കളഞ്ഞത്? നാട്ടുകാരാണോ? നിങ്ങളാണ്. നിങ്ങൾക്ക് ആ വീട് വെച്ച് തന്നതിന് ആ മനുഷ്യനെ നിരന്തരമായിട്ട് നിങ്ങൾ സോഷ്യൽ മീഡിയ വഴി കരിവാരി തേച്ചിട്ട് ആൾക്ക് ദേഷ്യം പിടിച്ചിട്ടാണ് ഒരു പക്ഷെ ആള് പലതും പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന് എല്ലാവരും സപ്പോർട്ടാ ചെയ്യുന്നത്, നിങ്ങൾ ഒരാളും സപ്പോർട്ട് ചെയ്തിട്ടില്ല. ആരാണ് കാരണം? ഇങ്ങനെ ഒരു വീട് വെച്ച് കൊടുത്തതിന് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നത് നിങ്ങൾ കാരണമാണ്. നിങ്ങളൊരൊറ്റ ആള് കാരണം. ചോരുന്ന വീട്, മതിൽ ഇടിഞ്ഞു പൊളിന്ന്, ഒരാൾ മാന്തി പൊളിക്കുന്നു. അപ്പൊ ആ ഡയലോഗ് ഒന്ന് അടിക്കല്ല പൊന്നു രണസുന. നിങ്ങൾ കാരണം, നിങ്ങളൊരൊറ്റ ആള് മാത്രമാണ് ഇതിനെല്ലാത്തിനും കാരണക്കാരൻ. ബിഷപ്പ് ഇന്ന് ഇങ്ങനെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരിയാണ് താങ്കൾ. അതിനൊന്നും വെള്ള പൂശി മാറ്റാനൊന്നും നോക്കല്ലേ പൊന്നു ചാച്ചി. ഞങ്ങളൊക്കെ ചുവാറ് തന്നെയാണ് തിന്നുന്നത് കേട്ടാ. കീമോ തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തേക്ക് എനിക്ക് വയ്യാണ്ടാവും. അന്ന് ഞാൻ കിടന്നുകൊണ്ടാണ് ICU പോകുന്ന തലേന്നൊരു വീഡിയോ ഇട്ടു. അതെടുത്തിട്ട് പിറ്റേന്ന് ഞാൻ എഴുന്നേറ്റപ്പോൾ അതിനും കുറ്റം. അപ്പൊ ഞാൻ എഴുന്നേക്കാൻ പാടില്ല, ഞാൻ എപ്പോഴും കിടന്നെങ്കിൽ ഞാൻ ഡെഡ് ബോഡി ആകണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് പേരുണ്ടെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. കാരണം എന്ത് വീഡിയോ ഇട്ടാലല്ലേ അവർ ക്യാൻസർ രോഗിയല്ലേ, അവർ സന്തോഷിക്കട്ടെ എന്നല്ല പറയുന്നത്, അവിടെ എന്താണ് മരിക്കാത്തതെന്നാണ് ഓർത്തിരിക്കുന്നത്. അപ്പൊ അവരോടൊന്നും എനിക്കൊന്നും പറയാനില്ല. മനുഷ്യരാണ് നമ്മൾ. ഇപ്പം വേണ്ട നമുക്ക് എന്ത് വേണം സംഭവിക്കാം. എന്താണ് എഴുതാപ്പുറം വായിക്കണത്? ഇവര് മരിക്കണം ഈ നാട്ടിലുള്ള ഒരു മനുഷ്യനും ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ കോപ്രായത്തരങ്ങൾ, ഈ തൊള്ളേത്തെ നാക്കില്ലേ, ഈ വായയിലെ നാവ്, ഇതൊന്ന് അടക്കി വെക്കണം എന്ന് മാത്രം ആൾക്കാർ പറയുന്നുള്ളൂ. അതെന്തുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്? നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇടുന്ന വീഡിയോ ആണ്. നിങ്ങൾ അടുക്കളയിൽ കയറി വന്നിട്ട് ആരും എടുക്കുന്ന വീഡിയോ അല്ല, നിങ്ങൾ ഇടുന്ന വീഡിയോ ആണ്. സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഒരു വീഡിയോ വരുമ്പോൾ തീർച്ചയായിട്ടും അതിന് കമന്റുകൾ വരും, അതിന് ആളുകൾ റെസ്പോണ്ട് ചെയ്യും, ഞങ്ങളെ പോലെ ആളുകൾ റിയാക്ട് ചെയ്യും. ഇതൊക്കെ അറിഞ്ഞുകൊണ്ടല്ലേ നിങ്ങളൊക്കെ അത് കൊണ്ട് ഇടുന്നത്? അതായത് നിങ്ങൾ ഇടുന്ന വീഡിയോ ആരും മിണ്ടരുതെന്നാണ് പറയുന്നത്? അല്ല, അങ്ങനെയല്ല പറയുന്നത്. നിങ്ങൾ എല്ലാവരും ചെയ്യണം എന്നാണ് കാലങ്ങളായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതൊക്കെ എവിഡൻസ് ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഓരോ ആളുകളെ വെച്ചുകൊണ്ട് നിങ്ങളിപ്പോ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, ഞങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നില്ലേ? ബിഷപ്പിന് നാണക്കേട് ഉണ്ടാക്കിയത് നിങ്ങളാണ്. കിച്ചുവിനെ വലിച്ചു കീറ ഇട്ട് കൊടുത്തത് നിങ്ങളാണ്.
നിങ്ങളുടെ നാക്കാണ് എല്ലാത്തിനും കാരണക്കാരായിട്ടുള്ളത്. ഞങ്ങൾ ആരും നിങ്ങൾ മരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ പൂർവാധികം ശക്തിയോട് കൂടിയിട്ട് ആരോഗ്യത്തോടു കൂടി തിരിച്ചു വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ മണ്ടത്തരം ചെയ്യരുതെന്ന് ഞങ്ങൾ നന്നായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിലൊന്നും ഒരു മാറ്റമില്ല എന്നുള്ളതാണ് കേട്ടോ. ഇപ്പൊ നിങ്ങൾ കണ്ടത് ഇൻട്രോ വീഡിയോ ആണ് കേട്ടോ. ഇനി പറയുന്നത് മുഴുവനായിട്ടൊന്ന് കേട്ടു ഒക്കെ എന്തൊക്കെ മണ്ടത്തരാണെന്നുള്ളത്. ഹലോ, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ, ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നു. കുറച്ച് കാര്യങ്ങളൊന്നും നിങ്ങളെ അറിയിക്കാൻ വേണ്ടി, എന്നെ സ്നേഹിക്കുന്നവരെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. പിന്നെ ഇപ്പൊ ഇച്ചിരി സുന്ദരിയായിട്ടിരിക്കുന്നല്ലോ ആണ്. എന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ കണ്ട വിഗൊക്കെ വെച്ച് ഒരു പൊട്ടൊക്കെ തൊട്ട് കമ്മലൊക്കെ ഇട്ട്. കാരണം നമ്മൾ ഇങ്ങനെയാണല്ലോ ജീവിതത്തിൽ നടന്നത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് മുടിയൊക്കെ പോയി നമ്മൾ പൊട്ടൊന്നും തൊടാതെ കണ്ടെന്ന് എഴുതായിരിക്കും നമുക്ക് മാനസികമായിട്ട് ഒരുപാട് വിഷമാവും. അപ്പം നമ്മൾ എങ്ങനെയാണോ ഇപ്പം നമ്മുടെ കുടുംബത്തിൽ ക്യാൻസർ രോഗിയുണ്ടെങ്കിൽ അവരെ എത്രത്തോളം നമ്മൾ സന്തോഷിപ്പിക്കുക, അത്രത്തോളം നമ്മൾ സന്തോഷിപ്പിക്കണമെന്നാണ് ഞാൻ കേട്ടത്. എന്നെ പോലെ ക്യാൻസർ രോഗികളായിട്ട് നമ്മുടെ വീട്ടിൽ ആരെങ്കിലും പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ അവരെ നമ്മൾ മനസ്സുകൊണ്ട് ഒരുപാട് അവർക്ക് എന്താണോ സന്തോഷം തോന്നുന്നത്, അല്ലെങ്കിൽ ഒരു പാട്ട് കേൾക്കാനാണെങ്കിലും ഇപ്പോൾ ഒന്ന് പൊട്ടുതൊടാനാണല്ലോ, അവർക്ക് സന്തോഷിക്കാനാണല്ലോ അവരെ സന്തോഷിപ്പിക്കുക. അതാണ് അവർക്ക് രോഗത്തിന്റെ പകുതി ആശ്വാസം കിട്ടുന്നതാണ്. പിന്നെ എന്നെ ഒരുപാട് പേര് സ്നേഹിക്കുന്നുണ്ട്. ഒത്തിരി നല്ല ആളുകൾ എന്നെ കാണാൻ വന്നു. ഇൻഫെക്ഷന്റെ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ല, കീമോ തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തേക്ക് എനിക്ക് വയ്യാണ്ടാവും. അന്ന് ഞാൻ കിടന്നുകൊണ്ടാണ് ICU പോകുന്ന തലേന്ന് ഒരു വീഡിയോ ഇട്ടു. അതെടുത്തിട്ട് പിറ്റേന്ന് ഞാൻ എഴുന്നേറ്റപ്പോൾ അതിനും കുറ്റം. അപ്പൊ ഞാൻ എഴുന്നേക്കാൻ പാടില്ല, ഞാൻ എപ്പോഴും കിടന്നെങ്കിൽ ഞാൻ ഡെഡ് ബോഡി ആകണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് പേരുണ്ടെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. കാരണം എന്ത് വീഡിയോ ഇട്ടാലും അല്ലെ, അവൾ ക്യാൻസർ രോഗിയല്ലേ, അവർക്ക് സന്തോഷിക്കട്ടെ എന്നല്ല പറയുന്നത്, അവൾ എന്താണ് മരിക്കാത്തതെന്നാണ് ഓർത്തിരിക്കുന്നത്. ഞങ്ങൾ ആരും അങ്ങനൊന്നും വിചാരിക്കുന്നു പോലും. ഇനി ആരെങ്കിലൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരും കാണാത്ത ആ പോസ്റ്റർ എടുത്തിട്ട് നെറ്റിയിലോട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നില്ല, അതേപോലെ സ്റ്റോറിയൊക്കെ ആക്കിയിട്ട് ഇട്ടോളൂ കേട്ടോ. എനിക്കിപ്പോൾ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നേ. ആ മെസ്സേജിൽ ആ സ്ത്രീ പറഞ്ഞത് അവർക്ക് കീമോ കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾ ആരോഗ്യത്തെ കുറിച്ച് പറഞ്ഞല്ലോ, നിങ്ങളുടെ വെയിറ്റിനെ കുറിച്ചിട്ട് അനുമോള് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളതാണ്. അവർ പ്രധാനമായി പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയോ? മേക്കപ്പ് ഇട്ട് നടക്കാൻ പാടില്ല. ഒരു ഡോക്ടറും അത് അനുവദിക്കുന്നില്ല. ഈ മേക്കപ്പ്, ലിപ്സ്റ്റിക്കും കാര്യങ്ങൾ തന്നെ ഒരുപാട് പ്രശ്നമാണെന്നാണ് അവർ പറയുന്നത്. ഡോക്ടേഴ്സ് അത് തന്നെയാണ് പറയുന്നത്. നിങ്ങൾ തന്നെയാണ് എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ കൊടുത്തിടുന്നത് കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ ആളുകൾ കമന്റ് ഇടുന്നത്. പിന്നെ നിങ്ങൾ അവിടെ കിടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ വല്ലവരുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ ആ പ്രഹസനം കണ്ട് സഹിക്കാൻ പറ്റാതെ അറിയാണ്ട് പറഞ്ഞു പോയതാവും. കുറ്റം പറയാൻ പറ്റില്ല അവരെ, അതുകൊണ്ടാണ്. അപ്പൊ അവരോടൊന്നും എനിക്കൊന്നും പറയാനില്ല. മനുഷ്യരാണ് നമ്മൾ, എപ്പം വേണം നമുക്ക് എന്ത് വേണം സംഭവിക്കാം. പക്ഷെ ഉള്ള കാലത്ത് നമ്മൾ ആരും ചോദിക്കാതെ സന്തോഷത്തോടുകൂടെ ജീവിക്കുക. ഒരുപാട് ജനങ്ങളുടെ പ്രാർത്ഥന കൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അപ്പം എനിക്ക് ക്യാൻസർ രോഗത്തിൽ നിന്നിട്ട് വന്ന ഏത് ഷൂട്ടിനാണ്, ഏത് പ്രോഗ്രാമിനാണ്, ഇനി വേദി കിട്ടിയാൽ ഞാൻ അവിടെ പറയും എന്റെ ദൈവം അല്ലെ കർത്താവ് എന്നെ രക്ഷിച്ചെടുത്തു എന്ന്. പിന്നെ പുറത്തോട്ട് വല്ല എനിക്ക് മിഷണറിയായിട്ട് പോകാൻ വല്ല അവസരം ഉണ്ടായി ഞാൻ ചെന്ന് പറയും, എനിക്ക് പ്രോഗ്രാമാണ്, ഞാൻ എവിടെ പോയാലും ദൈവം എന്നെ വിളിച്ചെന്ന് പറഞ്ഞിട്ടേ ഞാൻ തുടങ്ങത്തുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം മനസ്സിലായാലും എല്ലാവർക്കും. പിന്നെ ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാമെന്ന് വെച്ചാൽ, ഞാനൊരു നീക്കം പറഞ്ഞു. അത് ആരുടെയാണോ പേരൊന്നും ഞാൻ പറയുന്നില്ല. ആ നീക്കം എന്നെ വളരെയധികം ദുഃഖത്തിലായിട്ട്. കാരണം എനിക്ക് 10ാം തീയതി കീമയാണ്. മനസ്സ് എത്രത്തോളം സന്തോഷിക്കാവോ അത്രത്തോളം സന്തോഷിക്കാം. എനിക്ക് ഇനി എന്താണ് സന്തോഷിക്കാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ സാധാരണ ഒരു ക്യാൻസർ അല്ല എനിക്ക്. ക്യാൻസർ ആണെങ്കിൽ പോലും അതിൽ കുറച്ച് ഡിഫിക്കൽട്ട് ആണ് എനിക്ക്. അതെനിക്ക് പറയാൻ എന്റെ വീട്ടുകാർ പറയാം, നിങ്ങൾ ഈ പറയുന്ന കളത്തിൽ എന്തിനാണ് ഞാൻ ഈ കളത്തിൽ ഈ ടിക്ലൈൻ ഏതായാലും വിവരമുള്ള കഴിഞ്ഞു ഹാർട്ടിൽ കിടക്കുന്ന സാധനമാണ് ഇതിനകത്ത് കൂടെ. അതിന്റെ കത്തീറ്റർ ഹാർട്ടിൽ കിടക്കുന്നതാണ്. സോ ഇത് വെറുതെ എന്തായാലും ഒരു ഡോക്ടേഴ്സും കുത്തിയിടത്തില്ല. സോ ഉള്ളതുകൊണ്ടാണ് നമ്മൾ കള്ളം ചെയ്യത്തില്ല, കള്ളം പറയത്തില്ല. ഓക്കെ, ഞങ്ങളിതൊക്കെ വിശ്വസിക്കുന്നുണ്ട് നന്നായിട്ട് കേട്ടോ. ഇടക്കിടക്ക് ഇങ്ങനെ പൊക്കിയിട്ട് ഇത് നന്നായിട്ട് തോന്നുന്നുണ്ടോ എന്നൊന്നും ചോദിക്കല്ലേ. ഈ പിക്കിലൈനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞ വാക്കുകൾ അതവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. വേദന, പിന്നെ തുള്ളിച്ചാട്ടം, ഓക്കെ അതവിടെ നിൽക്കട്ടെ. പിന്നെ ഇതൊരു പ്രത്യേക തരം ക്യാൻസർ ആണെന്ന് പറയുന്നത് കേട്ടോ. വേറെ ആർക്കും വരാത്തൊരു പ്രത്യേക തരം ക്യാൻസർ ആണ് അവർക്ക് വന്നിട്ടുള്ളത്. ഈ ക്യാൻസർ വന്നത് മാറിയ ആളുകളുടെ ഒരുപാട് ശബ്ദ സന്ദേശങ്ങൾ എന്റെ കയ്യിൽ കിടക്കുന്നുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ ഇട്ടുതരാം, അടുത്തടുത്ത വീഡിയോസിൽ ഇട്ടുതരാം അതൊക്കെ. ഇത്രയും വലിയൊരു മാരകാവസ്ഥ നമുക്ക് കാണാൻ പറയില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമായത് എന്റെ കുഞ്ഞ് ഋതപ്പൻ ഇനി എന്നിൽ നിന്ന് അവനെ അവകാശം തട്ടിയെടുക്കാൻ നോക്കുന്നുണ്ട്. അത് ഞാൻ അറിഞ്ഞു. അവന്റെ അമ്മ ഞാനാണ്, എനിക്കിനി ആകെ ഉള്ളത് അവനാണ്. എനിക്ക് മാനസികമായിട്ട് വളരെ വിഷമാണ് അവനെ എന്നിൽ നിന്ന് അകറ്റാൻ നോക്കുന്നത്. അറിഞ്ഞു വേറെ ഒന്നുമല്ല, ഞാൻ ക്യാൻസർ പേഷ്യന്റ് ആണല്ലോ. അപ്പം ഞാൻ മരിക്കും എന്ന് വിധി എഴുതുന്ന കുറച്ച് പേര് എനിക്ക് ചുറ്റുമുണ്ട്. അവരുമായിട്ട് കൂടിച്ചേർന്നാണ് നീക്കങ്ങൾ. അത് ഞാൻ ഇന്ന് രാവിലെയാണ് അറിഞ്ഞത്. എന്നെ വളരെയധികം വിഷമിപ്പിച്ചു. ഞാൻ കരയില്ല, കാരണം എന്നെ പോലെ ക്യാൻസർ പേഷ്യൻസ് കുറെ പേരുണ്ട്. ഞാൻ കരുതി കഴിഞ്ഞാൽ അവർക്ക് വിഷമാകും. എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് നല്ല ആളുകളുണ്ട്, അവർക്ക് വിഷമാകും. എന്റെ പൊന്നു രണസുന, നിങ്ങൾ കരഞ്ഞാലും കരഞ്ഞില്ലെങ്കിൽ ഇവിടെ ആർക്കും വിഷമമൊന്നുമില്ല. നിങ്ങൾ വെറുതെ എഴുതാപ്പുറം വായിച്ചിട്ട് നിങ്ങളെ ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് തെറ്റിദ്ധരിക്കല്ലേ. ഇവിടെ ഒരുപാട് പാവപ്പെട്ട ആളുകൾ ഒരു നേരത്തെ മരുന്ന് പോലും വാങ്ങാൻ പൈസ ഇല്ലാതെ അട്ടം നോക്കിയിരിക്കുന്നുണ്ട്. ഈ പേഷ്യൻസ് തന്നെ, ഈ ക്യാൻസർ പേഷ്യൻസ് തന്നെ. അപ്പൊ ദയവ് ചെയ്ത് നിങ്ങൾ മാതൃകാ പുരുഷോത്തമി ഒന്നും ആവരുത്. നിങ്ങൾ നിങ്ങളുടെ കാര്യം പറ, ഞങ്ങൾ കേൾക്കാം. അപ്പം ഈ എന്റെ കുഞ്ഞ് ഇപ്പൊ എനിക്ക് എന്തെങ്കിലും, അതായത് ഞാൻ മരിച്ചു, ഞാൻ ക്യാൻസർ പേഷ്യന്റ് ആണ്, അവന്റെ അമ്മ ഉടനെ മരിക്കും, ഞാൻ ഉടനെ മരിക്കും. പിന്നെ അവനാകെ അച്ഛൻ മരിച്ചു പോയി. അപ്പൊ അവകാശം ഞങ്ങൾക്ക് വേണമെന്ന് ഒരു കൂട്ടര് ഞാൻ ഇന്നത് അറിഞ്ഞു. എന്നിൽ നിന്ന് അകറ്റിക്കൊണ്ട് പോകാൻ. ഞാൻ ആരാണെന്ന് എന്താണെന്ന് ഒന്നും പറയുന്നില്ല, ആരെയും കുറ്റപ്പെടുത്താനല്ല ഈ വീഡിയോ. എനിക്ക് ആകെയുള്ള എന്റെ കുഞ്ഞാണ്. അവനെയും കൂടെ എന്നിൽ നിന്ന് അകറ്റി കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഇല്ല. ഞാൻ എത്രത്തോളം വിഷമിച്ചാണ് ഈ വീഡിയോ എടുക്കുന്നത് നിങ്ങൾക്ക് ആർക്കും അറിയില്ല. ഞാൻ പൊട്ടു ഇതൊക്കെ വെച്ചോണ്ട് നിങ്ങൾക്ക് അത് അതിന്റെ ഫീലിംഗ്സ് മനസ്സിലാക്കില്ല. എനിക്ക് എമ്പതി അല്ലെങ്കിൽ സിമ്പതി അതിനല്ല ഞാൻ ഈ വീഡിയോ എടുത്തതും ഒരിക്കലും. പക്ഷെ സ്നേഹമുള്ളവർ ഒരുപാട് പേരെ സ്നേഹിക്കുന്നത് എനിക്ക് ഒരുപാട് സന്തോഷമാണ്. നിങ്ങളുടെ സിമ്പതി വർക്കൗട്ടും നിങ്ങളുടെ എമ്പതി വർക്കൗട്ടും ഒക്കെ അത് അടിപൊളിയാണ്. ഞങ്ങളത് നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഈ ഒരു സംഭവം വന്നതിന് ശേഷം അത് നല്ല രീതിയിൽ വർക്കൗട്ടും ചെയ്തിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. നിങ്ങളുടെ മകനെ ആരാണ് അടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നത്? നിങ്ങൾ ഇന്ന് ആരാണ് അടർത്തിയെടുക്കാൻ ശ്രമിക്കുന്നത്? അതെങ്ങനെ സാധ്യമാകും? നിങ്ങൾ എന്തിനാണ് ഈ പൊട്ടത്തരം വിളിച്ചു പറയുന്നത്?
ഇനി അത് സാധ്യമാകുന്ന ആളുകളുണ്ട്, അത് കൊല്ലം സുധിയുടെ ഫാമിലിയാണെന്നുള്ളതാണ്. അത്രേ ഉള്ളൂ. അപ്പൊ ആരാണെന്ന് പറയാതിരുന്ന ഞങ്ങൾ എല്ലാവരും കൊല്ലം സുധിയുടെ ഫാമിലിയാണത് എന്നാണ് വിശ്വസിച്ചിട്ട് അവർക്ക് നേരെ തിരിയണം അല്ലെ. കൊള്ളാം. എന്റെ കുഞ്ഞിനെ എനിക്ക് ഇനിയിപ്പം ഈ ക്യാൻസറിന്റെ വിഷയം ഇനിയിപ്പം മുന്നോട്ട് 5 കീമോ ഉണ്ട്, അത് കൂടുതൽ അതിലുപരി 2 lakhs മെഡിസിൻ, ഓരോ കീമോയ്ക്കും 2 lakhs മെഡിസിൻ വെച്ച് എനിക്ക് എടുക്കുന്നുണ്ട് ശരീരത്തിൽ. സോ എങ്കിൽ മാത്രമേ ഞാൻ തിരിച്ചു വരത്തുള്ളൂ എന്നാണ് ആ ഒരു ഇത്. അതുകൊണ്ടാണ്. അല്ല, നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ വഴി 7.5 ലക്ഷം രൂപ ഉണ്ടല്ലോ. അപ്പൊ തന്നെ 5 കീമോ അല്ലെ, ഏകദേശം 5 കീമോ എന്ന് പറയുമ്പോൾ 10 ലക്ഷം റുപ്യ. 10 ലക്ഷം റുപ്യയുടെ 7.5 ലക്ഷം റുപ്യ അങ്ങനെ കിട്ടും. അതൊരു മാസത്തെ മാത്രമാണ്. അത് കൂടാതെ പിന്നെ നിങ്ങൾ യൂട്യൂബിലിടുന്ന വീഡിയോക്കൊക്കെ 1-2 ലക്ഷം വ്യൂ ഒക്കെ ഉണ്ട്. അത് വെച്ചുകൊണ്ട് തന്നെ ഏകദേശം 2 കീമോക്കുള്ള പൈസയായി. പിന്നെ ആളുകൾക്ക് തരുന്ന പൈസ, അത്യാവശ്യം പൈസ ഇപ്പോൾ ഈ സബ്സ്ക്രിപ്ഷൻ വഴി തന്നെ അത്യാവശ്യം കിട്ടി. ഓരോ പാവങ്ങൾ ഓരോ നേരത്തെ മരുന്നിന് വേണ്ടി കഷ്ടപ്പെടുമ്പോൾ ഇവർക്കൊക്കെ എന്ത് എളുപ്പമാണ് ഇതൊക്കെ അല്ലേ. ഡോക്ടേഴ്സ് അങ്ങനെയാണ് പറയുന്നത്. നമ്മൾ എല്ലാവരും എനിക്ക് ധൈര്യം തരുന്നുണ്ട്. പക്ഷെ എങ്കിലും ഞാൻ അറിഞ്ഞായിരുന്നു എന്റെ അവസ്ഥ ഇപ്പോഴത്തെ അവസ്ഥയിലാണ്. സോ എനിക്കൊന്നും സംഭവിക്കാതിരിക്കട്ടെ, എന്നെ ഒരുപാട് പേര് സ്നേഹിക്കുന്നുണ്ട്. ദൈവം എനിക്കൊന്നും വരുത്താതിരിക്കട്ടെ എന്റെ ഹൃദയപരിവർത്തനം. അപ്പം അഥവാ ഇനി എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ പബ്ലിക്കിന്റെ മുന്നിൽ ഞാൻ ഒന്ന് പറയാണ്, എന്റെ കുഞ്ഞിനെ ഞാൻ എന്റെ പപ്പ തങ്കച്ചൻ PG, അതായത് റിബിൾ ദാസിനെ തങ്കച്ചൻ PG അല്ലെങ്കിൽ കുഞ്ഞുഞ്ഞമ്മ തങ്കച്ചനോ അല്ലെങ്കിൽ എന്റെ ചേച്ചി രമ്യ ലിബുനെയോ അല്ലെങ്കിൽ ലിബു എന്റെ ചേട്ടാപ്പി, ഇവരെ 4 പേരെ അല്ലാതെ ഞാൻ വേറെ ആരെയും ഏൽപ്പിക്കില്ല. എനിക്ക് ആരും വിശ്വാസമില്ല. എന്റെ കുഞ്ഞിനെ റിബിൾ ദാസിനെ ഞാൻ ഈ 4 പേരെ മാത്രമേ ഏൽക്കുള്ളൂ. എനിക്ക് എന്തെങ്കിലും ക്യാൻസർ വന്ന് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ 4 പേരായിരിക്കും എന്റെ കുഞ്ഞിനെ നോക്കേണ്ട ഉത്തരവാദിത്തം. ഞാൻ അവരെ ഏൽപ്പിക്കുകയാണ്. പബ്ലിക്കിന്റെ മുന്നിൽ ഞാൻ പറയാണ്, എന്റെ കുഞ്ഞിനെ അവർ 4 പേരല്ലാതെ വേറെ ആർക്കും ഞാൻ കൊടുക്കത്തില്ല എന്റെ കുഞ്ഞിനെ. അതിനുള്ള നിയമപരമായിട്ട് എന്തായാലും മുന്നോട്ട് തന്നെ ഞാൻ പോകും. എന്റെ കുഞ്ഞിനെ തട്ടിയെടുക്കാൻ നോക്കിയാൽ ഞാൻ അത് ചെയ്യും. നിങ്ങൾ മരണപ്പെട്ട് കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യമാണ് നിങ്ങൾ പറയുന്നത് കേട്ടോ. ഞങ്ങളൊന്നും ഇത് ആഗ്രഹിക്കുന്നില്ല, പക്ഷെ നിങ്ങൾ നിയമപരമായിട്ട് പോകും. മനസ്സിലാവുന്നില്ല. ഓക്കെ, എന്തിലാവട്ടെ. പക്ഷെ ആരും തട്ടിയെടുക്കാനും ശ്രമിക്കുന്നുണ്ടാവില്ല. ഇവരിതൊരു കണ്ടന്റിന് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവുക. ആ പയ്യന്റെ ഏട്ടൻ കിച്ചുവിന് അവനിലുള്ള അവകാശങ്ങൾ എന്താണെന്ന് ജനങ്ങൾക്കറിയാലോ. ഇതെന്തിനാണ് വെറുതെ ആവശ്യമില്ലാതെ അവനിലേക്ക് തന്നെ വിരൽ ചൂണ്ടിക്കൊണ്ട് സംസാരിക്കുന്നത്? എന്തായാലും നല്ല ടീമിന്റെ അടുത്താണ് ഏൽപ്പിക്കാൻ പോകുന്നത്. കൊള്ളാം. ഈ 4 പേര് എന്നെ പൊന്നുകൾ നോക്കുന്നുണ്ടല്ലോ. അപ്പൊ എന്റെ കുഞ്ഞിനെ അവർ നോക്കും. എന്റെ കണ്ണുമുന്നിൽ തന്നെ എന്റെ കുഞ്ഞു കാണണം എപ്പോഴും. എന്റെ മരണം വരും. അപ്പം ഇതൊന്ന് അറിയിക്കാൻ വേണ്ടി, നീക്കം ഞാൻ അറിഞ്ഞു, അതൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പബ്ലിക്കിന് മുന്നിൽ വന്നത്. അത് ആരാണോ ആരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, എന്താണെന്നും ഞാൻ പറയുന്നത്. പക്ഷെ അത് അറിയാവുന്നവർക്കും അറിയാം, എനിക്കും അറിയാം. ഞാൻ അറിഞ്ഞ വിഷയമാണ് എന്റെ കുഞ്ഞിനെ തട്ടിയെടുക്കാൻ നോക്കുന്നത്. എന്താണ് അറിഞ്ഞ വിഷയം? ആരാണ് ആള്? എന്തായാലും ഷെഫീന ബീവിയുടെ പേരൊന്നും ആരും പറഞ്ഞേക്കരുത് കേട്ടോ. ഷെഫീന ബീവിയാണ് ഇതിന്റെ പിന്നിൽ കളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നിരന്തരമായി ഓരോ ആളുകൾ വരുന്നുണ്ടല്ലോ. ആ പേരൊന്നും പറഞ്ഞേക്കല്ലേ. ഇവിടെ രക്തബന്ധത്തിൽ ഉള്ള ആളുകൾക്ക് മാത്രമാണ് ആ കുഞ്ഞിൽ അവകാശങ്ങളുള്ളൂ എന്നുള്ളതാണ്. പിന്നെ ആ പയ്യനെ നോക്കേണ്ട കടമ നിങ്ങൾക്ക് തന്നെയാണ് എന്നുള്ളതാണ്. ആ നിങ്ങളുടെ ഫാമിലിയുള്ള ആളുകൾക്ക് തന്നെയാണെന്നുള്ളതാണ്. പിന്നെ നല്ല ആളുകളാണ് കേട്ടോ. അപ്പോൾ കിച്ചുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് മദ്യപിച്ച് വാഹനം ഓടിച്ചിട്ടാണെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ ഏതോ ഒരു ചാനലിലൂടെ അങ്ങനെ തങ്കപ്പൻ ചേട്ടൻ എന്താ മദ്യപിക്കുന്ന ആളാണെന്ന് പറഞ്ഞു കേട്ടു. പിന്നെ കൊല്ലസുദ്ധി മദ്യപാനിയാണ് എന്നാൽ വ്യക്തമായിട്ട് നമുക്ക് മുന്നേ അറിയുന്ന കാര്യങ്ങളാണല്ലോ. അപ്പൊ പിന്നെ കിച്ചു ഒരു 2 അറിയാണ്ട് വിട്ടെങ്കിലും തെറ്റൊന്നും പറയാൻ പറ്റില്ല. ബ്ലഡിലുള്ള സാധനം തന്നെയല്ലേ അല്ലേ. അപ്പോ ഋതപ്പനെ അവിടെ നിർത്തിയാൽ നല്ല ഒരു തീരുമാനമാണത്. അവർ നല്ല പൊന്നുപോലെ നോക്കിക്കോളും. പിന്നെ എന്നെ പറ്റി കഴിഞ്ഞ ദിവസം നമ്മുടെ നോബൽ ഫീൽഡ് കമ്പനി വലിയ ബിഷപ്പ്, അദ്ദേഹം ഒരു പ്രീസ്റ്റ് ആണ്. എന്നെ പറ്റി കുറച്ച് കാര്യങ്ങൾ ഇന്റർവ്യൂവിൽ പറഞ്ഞു. സോ അദ്ദേഹത്തെ ഒരുപാട് പേര് കുറ്റം പറയുന്നു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അദ്ദേഹം ഒരു പ്രീസ്റ്റ് ആണ്. അദ്ദേഹം എന്തുമാകട്ടെ എന്നെ പറ്റി സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനും അദ്ദേഹത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടും സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിട്ടുള്ളതല്ലാതെ, കുറച്ച് വ്ളോഗേഴ്സ് അത് വലിയ കാര്യത്തിൽ എടുത്തിട്ടുള്ളതല്ലാതെ, ഞങ്ങൾ രണ്ടും ഇന്നീ നിമിഷം വരെ നേർക്ക് നേരെ ഒരു നോട്ടം കൊണ്ടോ സംസാരം കൊണ്ടോ നേർക്ക് നേരെ ഒന്നും ഞങ്ങൾ വിദ്വേഷത്തോടെ പെരുമാറിയിട്ടില്ല അദ്ദേഹത്തോട്. എനിക്ക് അസുഖമാണെന്ന് അറിഞ്ഞ് അദ്ദേഹം ഈ വീട്ടിൽ വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരു ദൈവ പുരുഷനാണ്. എല്ലാം മറന്നിട്ട് അദ്ദേഹം എനിക്ക് വേണ്ടി ദൈവമേ ആ കൊച്ചിന്റെ അസുഖം മാറ്റണമെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരു വലിയൊരു ദൈവ പുരുഷനാണ്. ദൈവികമായിട്ടുള്ള ചൈതന്യം അദ്ദേഹത്തിനുള്ളത് കൊണ്ട് മാത്രമാണ് അദ്ദേഹം എന്നെ കാണാൻ വന്നതും പ്രാർത്ഥിച്ചത്. ഞാൻ അദ്ദേഹത്തോട് പബ്ലിക്കായിട്ട് ക്ഷമ ചോദിച്ചു, ഇനിയും ഞാൻ ക്ഷമ ചോദിക്കുന്നു. അദ്ദേഹം ഇന്നും വന്ന് പ്രാർത്ഥിച്ചു. എനിക്കതിന്റെ ജീവിതത്തിൽ വലിയൊരു ആശ്വാസമാണ്. നിങ്ങൾ അദ്ദേഹത്തെ വെറുതെ കുറ്റം പറയരുത്. അദ്ദേഹം ഒരു വീട് കൊടുത്തെന്നല്ലാതെ അദ്ദേഹം വേറൊരു തെറ്റും ചെയ്തില്ല. അതിന് വേണ്ടിയിട്ട് ഒരുപാട് അദ്ദേഹം കേട്ടു. ഈ ഒരു കൊല്ലം സുധീർ 2 മക്കൾക്ക് വീട് കൊടുത്ത ആ ഒരു കുറ്റമല്ലാതെ, കുറ്റം തന്നെ പറഞ്ഞു, കാരണം അതുപോലായിരുന്നു പ്രശ്നങ്ങൾ മുഴുവൻ. അതോടുകൂടി അദ്ദേഹത്തിന് മനസ്സമാധാനം പോയെന്നാണ് എനിക്ക് ഒരു വിശ്വാസം. അതെ, ഇനി ഞാൻ ഫുൾ ഒന്നും കേൾപ്പിക്കുന്നില്ല. നിങ്ങൾ രേണുസുധിയുടെ ചാനൽ പോയി കണ്ടോളൂ. ഇത് മതി, ഇതിൽ തന്നെ കിടക്കുന്നുണ്ട്. അവർ ചെയ്ത തെറ്റ് കൊണ്ട് അവർക്ക് തന്നെ പണി കിട്ടിയപ്പോ അവർ കിടന്ന് ഉരുണ്ട് കളിക്കുന്നു. ഇത്രേ ഉള്ളൂ. അപ്പൊ ഋതപ്പൻ എന്ന് ആരും തട്ടിക്കൊണ്ടുപോകാനൊന്നും ശ്രമിക്കുന്നില്ല. അത് ഇവരുടെ കണ്ടന്റ് ഉണ്ടാക്കാനുള്ള ഐഡിയ ആണ്. അതുപോലെ തന്നെ ബിഷപ്പിനെ കുറെ അങ്ങ് വിളിച്ചു കൂവിയതാണ് ഓരോന്നൊക്കെ അല്ലെ. ഇപ്പൊ ഇത്രയേ ഉള്ളൂ പണി കേട്ടോ. ആരെ വേണമെങ്കിലും ഇഷ്ടമുള്ളതൊക്കെ വിളിച്ചു കൂവി അവസാനം നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വരുന്ന സമയത്ത് മാപ്പ് എന്നൊരു വാക്ക് പറഞ്ഞാൽ തീരാവുന്നതാണെന്നുള്ളത്. കൊള്ളാം, ബിഷപ്പും കൊള്ളാം, രേണുവും കൊള്ളാം. ദയവ് ചെയ്ത് ഇനി ആ കിച്ചുവിനെ ഇല്ലാണ്ടാക്കാനുള്ള പണികളൊന്നും ചെയ്യരുതേ എന്ന് പറയുന്നുള്ളൂ. നിങ്ങളുടെ അസുഖം മാറണമെന്നല്ലാതെ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നല്ലാതെ നിങ്ങൾ ചത്ത് മണ്ണടിയണമെന്ന് ഒരു മനുഷ്യനും പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. തീർച്ചയായിട്ടും ഞാൻ ഒരിക്കലും പറയില്ല. ഞാൻ അങ്ങനെ ചിന്തിക്കുക പോലുമില്ല. സഹജീവികൾക്ക് എന്തെങ്കിലും അപകടം പറ്റണമെന്ന് നമ്മൾ ചിന്തിക്കുന്നു പോലുമില്ല. പക്ഷെ ചില നാക്ക് പിഴ
അത് നിങ്ങളിലുള്ളത് ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഈ വീഡിയോ പോലും എഴുതാപ്പുറങ്ങൾ വായിക്കാൻ ഇട്ടുകൊടുക്കുന്നു, ഋതപ്പനെ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്ന ഏതോ ഒരു അദൃശ്യ ശക്തി. ഓക്കെ, ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. നിങ്ങൾ തന്നെ കമന്റ് ചെയ്യും, ആരെ ലക്ഷ്യം വെച്ചിട്ടായിരിക്കും രേണുസുതി ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടാവുക. അതന്നെ നിങ്ങൾ ചിന്തിക്കുന്നത് തന്നെ. ഇനിയും അത് അവനിലേക്ക് തന്നെ പോകണം. ആരിലേക്ക്? അവനിലേക്ക്. അപ്പൊ നന്മ സ്വരൂപിണിയായിട്ടുള്ള രേണുസുതി അല്ലെങ്കിൽ രേഷ്മ പി തങ്കച്ചൻ ബിഷപ്പിനോട് മാപ്പ് പറഞ്ഞിരിക്കുന്നു. അതേപോലെ തന്നെ ദൈവപുരുഷനായിട്ടുള്ള ബിഷപ്പ് മാപ്പ് സ്വീകരിച്ചിരിക്കുന്നു. അപ്പൊ വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.